സ്ഥലംമാറ്റ ഉത്തരവിന് പിന്നാലെ കണ്ണൂർ ചൊക്ലി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ദീപ ലേഖ കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. കണ്ണൂർ ജില്ലയിലെ മുഴുവൻ സർക്കാർ ആശുപത്രികളിലും NGO യൂണിയൻ 1 മണിക്കൂർ ഡ്യൂട്ടി ബഹിഷ്കരിച്ചു. സ്ഥലംമാറ്റത്തിൽ കണ്ണൂർ DMOയ്ക്കെതിരെ കുടുംബം രംഗത്ത് വന്നു. 5 മാസം മുൻപ് HI ചുമതലയേറ്റ ദീപയെ ഭരണം മാറിയതോടെയാണ് സ്ഥലം മാറ്റിയത്. ഇടത് സംഘടന അംഗമായിരുന്നു ദീപ. കൊലപാതകമെന്ന് NGO യൂണിയൻ. ഇത്രയും ദൂരം യാത്ര ചെയ്ത് ജോലി ചെയ്യാൻ പ്രയാസമാണ് എന്ന് DMO നേരിട്ട് ബോധ്യപ്പെടുത്തിയതാണ്. അപ്പോൾ അവർ പരമാവധി ചെയ്തു കൊടുക്കാമെന്നൊക്കെയുള്ള ഓഫറും കൊടുത്തതാണ്. പക്ഷേ ഇപ്പോൾ ഓർഡർ വന്നപ്പോൾ വീണ്ടും പിണറായിലേക്ക് മാറ്റുന്ന നിലയുണ്ടായത്. ഇത് യഥാർത്ഥത്തിൽ ഒരു കൊലപാതകം തന്നെയാണ്. 2 മാസം മുൻപ് അപകടത്തിൽപ്പെട്ട ദീപാലേഖയ്ക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇത് DMOയോട് പറഞ്ഞിരുന്നുവെന്നും ഭർത്തൃ സഹോദരൻ. ചെരിഞ്ഞ് വീണപ്പോൾ കാലിന് വീണ് പഴുത്തറായിരുന്നു. നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. നടക്കാനൊക്കെ 2 മാസത്തിലധികമായി വീട്ടിൽ റെസ്റ്റായിരുന്നു. ഫിസിയോതെറാപ്പി ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ശരിയായിട്ട് വന്നായിരുന്നു. തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹം ചൊക്ലി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പൊതുദർശനത്തിന് വെച്ചു. പ്ലക്കാർഡുകൾ ഉയർത്തി NGO യൂണിയൻ പ്രതിഷേധിച്ചു. കാസർഗോഡ് എൻഡോസൾഫാൻ സെല്ലിലെ ക്ലർക്ക് ആശാലത ജീവനൊടുക്കിയതിലും ഭരണാനുകൂല സംഘടനകൾക്കെതിരെ കുടുംബം രംഗത്തു വന്നു. ഭരണമാറ്റത്തോടെ സഹപ്രവർത്തകർ ഉൾപ്പെടെ ഒറ്റപ്പെടുത്തിയതായി ആശയ്ക്ക് തോന്നിയിരുന്നതായി ഭർത്താവ് അജയൻ. ഗൾഫിൽ നിന്ന് വന്നിട്ട് അപ്പം കണ്ടപ്പോഴാണ് തന്നെയാണ് പറഞ്ഞത്, ഓഫീസിലുള്ള ഒറ്റപ്പെടുത്തലെന്ന്. എന്തിനാ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നാണ്. അങ്ങനെ എടുത്തിച്ചടി ചെയ്യുന്നവളല്ല. വിഷയം ഏറ്റെടുത്ത പ്രതിപക്ഷം സർക്കാരിനെതിരെ നിലപാട് കടുപ്പിക്കാനാണ് നീക്കം. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.